പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം നിന്റെ വിജയം ദൈവത്തിലാണ്. ഒരു വചനഭാഗം സങ്കീർത്തനം 20:7 വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഏത് സന്ദർഭത്തിൽ ഇത് എഴുതി എന്ന് വ്യക്തമല്ല, എങ്കിലും വേദ പണ്ഡിതാക്കന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കുതിരകളോടും രഥങ്ങളോടും കൂടെ യുദ്ധത്തിന് വന്നതായ അമോന്യരെയും അരാമ്യരെയും ദാവീദ് യുദ്ധത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ സമയത്ത് ദാവീദ് പാടിയ ഒരു പാട്ടാണ്. ശത്രു തന്നോടുകൂടെ യുദ്ധം ചെയ്യാൻ കുതിരകളോടും രഥങ്ങളോടുകൂടെ അവർ കടന്നു വരുമ്പോൾ താൻ ദൈവത്തോട് പാടി തൻ്റെ വിശ്വാസം ദൈവത്തിൽ, തൻ്റെ ആശ്രയം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് ശത്രുവിനോടുകൂടെ പോരാടാൻ പോകുന്ന സമയം താൻ ദൈവത്തോട് പാടി സ്തുതിച്ചുകൊണ്ട് കടന്നുപോയ കീർത്തിച്ച ഒരു പാട്ടാണ് 20 സങ്കീർത്തനം. 7 വാക്യത്തിൽ വളരെ വ്യക്തമാണ്: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അപ്പോൾ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ യുദ്ധത്തിന് തൻ്റെ മുന്നിൽ വരുന്നവരോട് ദാവീദ് യുദ്ധം ചെയ്യുന്നത് തൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടല്ല, താൻ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവത്തെ കീർത്തിച്ചുകൊണ്ട്, ദൈവമേ, ഈ മേഖലയിൽ എനിക്കൊരു ജയം തരുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല, നിനക്ക് മാത്രമേ എനിക്ക് ജയം തരാൻ കഴിയത്തുള്ളൂ എന്ന് യഹോവയിൽ താൻ ആശ്രയിച്ചുകൊണ്ട്, താൻ വിശ്വസിച്ചുകൊണ്ട് ആ ശത്രുവിനോട് എതിരെ പോരാടാൻ പോകുമ്പോഴും ആഴമായ ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്ക് ഈ വചനഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. തിരുവചനത്തിൽ അതിനാസ്പദമാക്കിയുള്ള ചില വചനഭാഗങ്ങളുണ്ട്. കാരണം നമുക്ക് ജയം തരുന്ന സർവശക്തനായ ദൈവമാണ്. സങ്കീർത്തനം 33:16-17 വാക്യങ്ങളിൽ നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തന് ജയം തരുന്നത് സൈന്യ ബഹുത്വത്താലല്ല, കുതിരയുടെ കുളമ്പടിയല്ല, രഥങ്ങളുടെ ബലത്തിന്റെ ശക്തിയല്ല, സൈന്യത്തിന്റെ ബലമല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവഭക്തന് യുദ്ധത്തിന്മേൽ, പ്രതികൂലത്തിന്മേൽ ജയം കൊടുക്കുന്നത്. ആ വചനഭാഗം ഇങ്ങനെയാണ്: സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബാലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. പിന്നെ എന്തുകൊണ്ടാണ്? ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, എൻ്റെ ബാലാധിക്യം കൊണ്ടാണ് വിടിവിക്കുവാൻ കഴിഞ്ഞു എന്നും അവർക്ക് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർക്കൊരു പ്രതികൂല മേഖല വരുമ്പോൾ, അവരുടേതായ സൈന്യ ബഹുത്വത്താൽ കടന്നു പോകുമ്പോൾ ജയം ലഭിക്കുന്നത് അവരുടെ കഴിവോ സൈന്യത്തിന്റെ ബലം കൊണ്ടല്ല, രാജാവിന്റെ ബലം കൊണ്ടല്ല, അവരുടെ കുതിരകളുടെ ശക്തി കൊണ്ടോ രഥങ്ങളുടെ കഴിവ് കൊണ്ടോ അതിൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, മറിച്ച് ദൈവമാണ് ഒരു മനുഷ്യന് ജയം നൽകേണ്ടത്. അപ്പോൾ ഇതെല്ലാം അസാധ്യമാണ്. അതുപോലെ തന്നെ ഒരു വചനം പഠിപ്പിക്കുന്നുണ്ട്, സദൃശ്യവാക്യം 21 അധ്യായത്തിന്റെ 31
ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്: കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയ്ക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലാകുന്നു. അപ്പൊ യുദ്ധത്തിനു വേണ്ടി കുതിരയെ ചമച്ച് അതിന് പരിശീലനം കൊടുത്തു നിർത്തിയാലും ഒരു വ്യക്തിക്ക് ജയം നൽകുന്നത് ദൈവത്തിന്റെ കൈവശമാണ്. അതായത് ദൈവത്തിന്റെ പക്ഷമാണ്. ദൈവത്തിന്റെ പക്ഷത്തിൽ ആശ്രയം വെച്ച് നിൽക്കുന്ന ഒരു ഭക്തന്റെ ജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ മേഖലകൾ, പോരാട്ടങ്ങൾ, പ്രതിസന്ധികൾ, ഈ പ്രതികൂലങ്ങൾ എനിക്ക് തരണം ചെയ്യാൻ കഴിയില്ല, ഇതെനിക്ക് ജയിക്കാൻ കഴിയില്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്കതിനുള്ള മിടുക്കില്ല, പ്രാഗൽഭ്യമില്ല. നീ ഒന്ന് ചിന്തിക്കുക. ഒരു സൈന്യ ബഹുത്വത്താൽ അല്ല ജയം കിട്ടുന്നത്, ഒരു കുതിരയുടെ ജയത്താൽ അല്ല ജയം കിട്ടുന്നത്, രഥങ്ങളുടെ ബലമല്ല നമുക്ക് ജയം കിട്ടുന്നത്, മറിച്ച് ഒരു ദൈവ പൈതന്റെ ജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയം വെച്ച് പല യുദ്ധങ്ങളിലും പുറപ്പെടുമ്പോൾ ദാവീദ് ദൈവത്തോടു കൂടിയ പാടിയ പാട്ടിന്റെ മറ്റൊരു വരിയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താ ഞാൻ മതിൽ ചാടിക്കിടക്കും. അപ്പോൾ മതിൽ ചാടിക്കിടക്കുവാൻ രഥങ്ങളോ കുതിരകളോ പട്ടാള സേനയെല്ലാം ദാവീദിന്റെ പക്ഷത്തുണ്ട്. പക്ഷെ ദാവീദിനറിയാം, ഇതുമായിട്ടൊന്നും പോകുന്നതല്ല ജയം എന്ന് പറയുന്നത്, മറിച്ച് ശത്രുവിൽ നിന്ന് ഒരു ദൈവഭക്തന്, ഒരു രാജാവിന്, ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജയം തരുന്ന ദൈവത്തിന്റെ കൈവശത്തിലിരിക്കുന്നു, ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതാണ് ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ചില രഥങ്ങളിലും കുതിരകളിൽ ആശ്രയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നീ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. നിന്നെ വിടുവിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന ദൈവത്തെ നീ ആശ്രയിക്കുക. മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 31:1 ഇസ്രായേലിന്റെ പരിശുദ്ധനായവെങ്കിൽ നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളാൽ മനസ്സ് ഊന്നി, രഥം അനവധി ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരെ കൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടമാണ്. അതിലും പറയുന്നത് കണ്ടോ, കുതിരകളിലും രഥങ്ങളിലും ആശ്രയിച്ച് മിസ്രയീമിൽ ധാരാളം രഥങ്ങളും കുതിരകളും സൈന്യ ബഹുത്വങ്ങളുണ്ട്. അതിനെ ആശ്രയിച്ചുകൊണ്ട് നീ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആശ്രയം, നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഇന്ന വ്യക്തിയൊക്കെയുണ്ട്, ഇന്ന ആൾക്കാരുണ്ട്. എൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ വളരെ ഒരു വിഷയം വന്നാൽ എന്നോട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സൈന്യം തന്നെ ഉണ്ട്. വെറുതെയാണ് പ്രിയപ്പെട്ടവരെ, തക്ക സമയത്ത് നിനക്കാരും കാണില്ല. പക്ഷേ ഒറ്റ കാര്യം, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നിന്റെ രക്തബന്ധങ്ങൾ കാണത്തില്ല, നിന്റെ പ്രിയപ്പെട്ടവർ കാണത്തില്ല, നീ സ്നേഹിച്ചവർ നിന്നെ കൈവിടും. പക്ഷേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ ഇറങ്ങി വരും. നീ ഏത് സാഹചര്യത്തിൽ കുടുങ്ങിക്കിടന്നാലും, അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിന്റെ തടവറയ്ക്കകത്ത് കിടക്കുമ്പോൾ അതിനകത്തൊരു ദൂതനല്ല ഇറങ്ങി വന്നത്, അതിനകത്ത് പരിശുദ്ധാത്മാവല്ല ഇറങ്ങി വന്നത്. ആ കിടക്കുന്ന ദൈവഭക്തൻ ശക്തമായി സ്വർഗത്തിൽ അപ്പന് വേണ്ടി, കർത്താവിന് വേണ്ടി ഇറങ്ങി നിന്നവനാ. അവൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ പൗലോസിനെ വിടുവിക്കാൻ ഒരു കൂട്ടം സൈന്യമായ ദൂതന്മാരെ അല്ല സ്വർഗം അയച്ചത്. ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം പട്ടാള അധികാരി അല്ല അയച്ചത്, മറിച്ച് കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് പൗലോസിനോട് സംസാരിച്ചു, ഞാൻ നിന്നെ റോമിലേക്ക് കൊണ്ടുപോകും. അതിനർത്ഥം എന്താ? നീ കിടക്കുന്ന കാരാഗ്രഹത്തിന്റെ തടവറ ഞാൻ പൊളിക്കും, ഇവിടെ നിന്ന് നീ പുറത്തു വരും, റോം എന്ന സ്ഥലത്ത് നീ എത്തും, അവിടെ നീ എന്നെ ഘോഷിക്കും. ഈ ദൂത് വന്ന് പൗലോസിനോട് പറയുന്ന ഒരു ദൂതനല്ല, കർത്താവ് ഇറങ്ങി വന്നു. ആ വചനം പറയുന്നു, കർത്താവ് ഇറങ്ങി വന്നു, പൗലോസിനോട് സംസാരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നീ ഈ കർത്താവിൽ ആശ്രയിക്കുക.
സൈന്യ ബഹുത്വത്തെ നീ ആശ്രയിക്കേണ്ട. നിനക്ക് ഒത്തിരി പേർ ഇപ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ നിനക്ക് കാണും. പക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരു തകർച്ചയോ ഒരു വീഴ്ചയോ ഒരു പ്രതികൂലമോ വരുമ്പോൾ നിന്റെ പക്ഷത്ത് നിൽക്കുന്ന സൈന്യത്തിൻ്റെ എണ്ണം കുറയും. വിരൽ എണ്ണുന്നവർ പോലും നിന്റെ പക്ഷത്ത് കാണത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭക്തനുണ്ട്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ ഭക്തന് വേണ്ടി ഞാൻ ഇറങ്ങി വരും. നീ ഏതു സാഹചര്യത്തിലായിരുന്നാലും നീ രഥങ്ങളിലോ കുതിരകളിലോ സൈന്യ ബഹുത്വത്തെ നീ ആശ്രയിക്കേണ്ട. നീ ക്രിസ്തുവിൽ ആശ്രയിക്കുക. ഒരു വചനം കൂടെ ഞാൻ വായിക്കുന്നു. ആവർത്തന പുസ്തകം 17:16 ഇങ്ങനെയാണ്: എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്, അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിക്കുന്നു. അതിനർത്ഥം എന്തുവാ? നിന്നെ വിടിവിച്ച ദൈവം ഒരു രഥത്തിൽ വന്നല്ല, കുതിരയല്ല നിന്നെ വിടിവിച്ചത്, ദൈവമാണ് നിന്നെ വിടിവിച്ചത്. വിടിവിച്ച മിസ്രൈമിലേക്ക്, അടിമയായി നിന്നെ ബന്ധിച്ചിട്ട മിസ്രൈമിലേക്ക് അവിടുത്തെ കുതിരയോ അവിടുത്തെ കുതിരപ്പടയോ രഥത്തെ കണ്ട് ദൈവജനമേ, നീ ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുമ്പോൾ നീ വീണ്ടും രഥങ്ങളും കുതിരകളും സൈന്യ ബഹുത്വമുള്ള മിസ്രൈമിനെ കുറിച്ച് ഓർക്കുകയോ അവിടേക്ക് തിരിഞ്ഞു പോവുകയോ ചെയ്യരുത്. നിന്നെ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ള ദൈവം നിന്നെ വഴി നടത്താൻ ശക്തനാണ്. നീ നശിച്ചു പോകാൻ ദൈവം ഇതുവരെ നിന്നെ അനുവദിച്ചില്ലല്ലോ, ഇനിയും നിന്നെ അനുവദിക്കത്തില്ല. നിന്നെ വിടിവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ആശ്രയിക്ക്. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം യുദ്ധത്തിനായി ദൂതന്മാരയച്ച്, തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും ദൂതന്മാരയച്ച് പാളയമിറങ്ങി യുദ്ധം ചെയ്തു വിടിവിക്കുന്ന സർവശക്തനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ ജീവനുള്ള ദൈവത്തെ നീ ആശ്രയിക്ക്. മറ്റൊരു വാക്യം കൂടെ 2 ദിനവൃത്താന്തം 32:8 ഇങ്ങനെയാണ്: അവനോടുകൂടെ മാംസഭുജമേയുള്ളൂ, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതനോട് കൂടെ ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഒരു മനുഷ്യ ജഡീകമായ ദൈവഭക്തിയിൽ അല്ലാത്ത, ദൈവത്തിൽ ആശ്രയമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർക്ക് സൈന്യ ബഹുത്വങ്ങൾ കാണും, രഥങ്ങൾ, കുതിരകൾ, ഇതെല്ലാം അവർ ആശ്രയിച്ചിരിക്കും. പക്ഷേ അവരൊരിക്കലും അവർക്ക് ജയം ലഭിക്കാൻ സാധ്യമല്ല. അവരാശ്രയിച്ചിരിക്കുന്നത് മാംസഭുജമേയുള്ളൂ. ചില ആൾക്കാരെയാണ്, ചില വ്യക്തിത്വങ്ങളെയാണ്, ചില സൈന്യങ്ങളെയാണ് ദൈവത്തിൽ ആശ്രയം വെച്ചിട്ടില്ലാത്തവർ ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മോടുകൂടെ, അതാ പറയാം, നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഒരു ദൈവഭക്തനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതാണ് യിരെമ്യാ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം സംസാരിച്ചത് ഇങ്ങനെയാണ്: യിരെമ്യാവിനെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് ബാലനായിരുന്നപ്പോഴേ അവനെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്ത് യിരെമ്യാവിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് പറയുന്ന ദൂത് നീ അതുപോലെ സംസാരിക്കണം. യിരെമ്യാവ് ദൈവത്തോടുകൂടെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവം തന്നോടുകൂടെ മുൻകൂറി പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്, ഒരു ദൈവശബ്ദം ഇങ്ങനെയാണ്: ശത്രു, നീ ദൂതുകൾ വിളിച്ചു പറയുമ്പോൾ ശത്രു നിന്നോടുകൂടെ യുദ്ധം ചെയ്യാൻ കടന്നു വരും, പക്ഷെ അവർ ജയിക്കുകയില്ല. കാരണമെന്ന് പറയുന്നത് ഞാൻ നിന്റെ പക്ഷത്തുണ്ട്. അതേ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ നമുക്ക് പോരാട്ടങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, പക്ഷെ അവർ ജയിക്കുകയില്ല. ശത്രുവിൽ നിന്നുള്ള പോരാട്ടങ്ങളുണ്ട്, ശത്രുവിൽ നിന്നുള്ള യുദ്ധങ്ങളുണ്ട്. ചില മേഖലയിൽ നമ്മൾ യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി വരും. ചില വിഷയങ്ങളുമായി നമുക്ക് ആത്മമണ്ഡലത്തിൽ പോരാടി പ്രാർത്ഥിക്കേണ്ടി വരും.
രാത്രി ഉറക്കളിച്ച് നമുക്ക് ആത്മമണ്ഡലത്തിൽ നമ്മോട് യുദ്ധം ചെയ്യുന്ന പൈശാചിക മണ്ഡലത്തോട് പോരാടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി, ദൂതന്മാരിറങ്ങി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പക്ഷെ ശത്രു നമ്മോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ദൈവവചനം യിരെമ്യാവിനോട് പറഞ്ഞ പ്രവചന ശബ്ദമാണ്, ദൈവം സംസാരിച്ചതാണ്. അവർ നിന്നോട് യുദ്ധം ചെയ്യാൻ വരും, ജയിക്കയില്ല, കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നീ ആശ്രയിക്കുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഇറങ്ങി വരും. യിരെമ്യാവ് 1:19 അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഞാൻ അതാ ആദ്യമേ എടുത്തു പറഞ്ഞത്. ആ വചനം ഇങ്ങനെയാണ്, യിരെമ്യാവ് 1:19 അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ലാതാനും, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ദൈവഭക്തന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോയാൽ മതി. നിന്റെ മുന്നിൽ ഒരു യുദ്ധം വരികയാ. യുദ്ധമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബത്തിന്റെ പശ്ചാത്തലമായിരിക്കാം, കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കാം, നിനക്ക് പെട്ടെന്ന് എതിരായിത്തീരുന്നു, നിന്റെ സഭയിലുള്ളവരായിരിക്കാം, നീ ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരിക്കാം, നീ പ്രാണന് തുല്യം സ്നേഹിച്ചവരായിരിക്കാം, നിന്റെ ജോലി സ്ഥലത്തായിരിക്കാം, ഏതു മേഖലയിൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് നിനക്കെതിരായി തീർന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ്, വാദിക്കാൻ വരികയാണ്, നിനക്കെതിരായി തീരുകയാണ്. പക്ഷേ നീ ആ സമയത്തും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവശബ്ദം കേട്ടിട്ട്, കർത്താവേ, ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ഈ വിഷയം ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ആലോചന പറഞ്ഞു തരണമേ. അതാണ് 73 സങ്കീർത്തനത്തിൽ ആസാബ് 73 സങ്കീർത്തനത്തിന്റെ ആ ഭാഗത്തൊരു വചനഭാഗം പറയുന്നുണ്ട്. 73 സങ്കീർത്തനം 24 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തോട് ആലോചന ചോദിക്കും, ഞാൻ നിന്നോട് ആലോചന ചോദിക്കും, നീ എന്നെ വഴി നടത്തും. അപ്പൊ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ കറക്റ്റ് ആലോചന പറഞ്ഞു തരും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതിനർത്ഥമെന്ന് പറയുന്ന ഒരു വിഷയം മുന്നിൽ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ അതിൻ്റെ പോക്കുവഴികൾ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മ പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അത് കൈപിടിച്ച് പരിശുദ്ധാത്മാവ് ആ കാര്യത്തിൽ ദൂതന്മാർ ഇറങ്ങി ആ കാര്യം ക്രമീകരിച്ചു തരും. അത് പരിഹരിച്ച് കഴിയപ്പെടുമ്പോൾ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അതായത് അതിലൊരു മഹത്വം വെളിപ്പെടും. ഒരു പ്രതിസന്ധി വരുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ സ്വയമായി എടുത്തു ചാടരുത്, സ്വയമായ ഒരു തീരുമാനത്തിൽ ഇറങ്ങി നിൽക്കരുത്. എനിക്ക് കഴിയും, ഞാനിത് പോരാടുമെന്ന് പറഞ്ഞു നിൽക്കരുത്. നീ ദൈവാലോചന കേട്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞാൻ ഇതെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നീ ദൈവാലോചന കേൾക്കുമ്പോൾ കർത്താവ് നിന്നെ കൈപിടിച്ച് ആ വിഷയത്തിൽ നീ മുന്നോട്ട്, എങ്ങനെയാണ് ആ വിഷയം ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, ഉപവസിച്ചാണോ പ്രാർത്ഥിക്കേണ്ടത്, രാത്രി സമയങ്ങളാണോ പ്രാർത്ഥിക്കേണ്ടത്, പ്രഭാത സമയങ്ങൾ ഉപവാസത്തോടെ ഇരുന്നാണോ പ്രാർത്ഥിക്കേണ്ടത്, ഒരുമിച്ചാണോ പ്രാർത്ഥിക്കേണ്ടത്, വ്യക്തിപരമായിട്ടാണോ ദൈവം വെളിപ്പെടുത്തി തരുന്നത് പോലെ നീ ആ വിഷയത്തിന്റെ മേഖലയിൽ നിനക്കെതിരായി യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിനോട് നീ ആത്മമണ്ഡലത്തിലാണ് നമുക്ക് യുദ്ധമുള്ളത്. നീ ഇറങ്ങി നിന്ന് ദൈവാലോചന പ്രകാരം കേട്ട് അതിനോട് പോരാടുമ്പോൾ അതിൻ്റെ വഴികൾ തുറന്ന് പിന്നത്തേതിൽ ആ വിഷയത്തിന്മേൽ മഹത്വം വെളിപ്പെടും. അതിൻ്റെ വിടുതൽ വെളിപ്പെടുമ്പോൾ മനസ്സിലാകും, ദൈവാലോചന കേട്ട് ഈ വിഷയത്തിൽ ഞാൻ സ്റ്റെപ്പ് വെച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മഹത്വം ഈ വിഷയത്തിൻ്റെ മേഖലയിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ആശ്രയം ആരില്ല, നീ ക്രിസ്തുവിൽ ആശ്രയിക്കുക.
ഒരിക്കൽ 1 ശമൂവേലിന്റെ പുസ്തകം 30:8 ദാവീദിന്റെ മുന്നിൽ ഒരു വിഷയം വന്നു. യുദ്ധത്തിന് പുറപ്പെടണം, ശത്രു ആമെ വാദിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകണമോ ഇല്ലയോ എന്ന് ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കാനാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യഹോവ തന്നോട് സംസാരിച്ച മറുപടി ഇങ്ങനെയാണ്: പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. ആമേൻ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നിന്നോടുകൂടെ യുദ്ധം ചെയ്യാൻ വരും, ജയിക്കയില്ല, കാരണം യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ ദാവീദ് ഇതാ ഒരു പ്രതിസന്ധി വരികയാണ്. പക്ഷേ ആ പ്രതിസന്ധിയിൽ ദൈവാലോചന കേട്ടിട്ടാണ് താൻ പോകുന്നത്. ദൈവമേ, ഈ പരീക്ഷ ഞാൻ മുന്നോട്ട് പോകണമോ, ഈ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ഞാൻ പുറപ്പെടണമോ, എനിക്ക് വിജയം കിട്ടുമോ, ജയിക്കാൻ കഴിയുമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ, യുദ്ധത്തിന് പുറപ്പെടണമോ ഇല്ലയോ എന്നുള്ള ദൈവശബ്ദം ദാവീദ് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തനിക്ക് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: പിന്തുടരുക, നീ അവരെ നിശ്ചയമായി പിടിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിലുള്ള ആശ്രയം. ദാവീദ് ഇവിടെ പുറപ്പെടുന്നത് രഥത്തെയോ കുതിരകളെയോ അല്ല. തനിക്ക് സൈന്യബഹുത്വമുണ്ട്, പക്ഷെ ഇതൊന്നുമല്ല. താൻ ആശ്രയിച്ച ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് കേട്ട ആലോചന പ്രകാരം താൻ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ യുദ്ധത്തിൽ ഇറങ്ങി നിന്ന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയുടെ കരം, കർത്താവ് തന്നോട് പറയുന്നു, നീ പിന്തുടരുക. ആ വചനം ഇങ്ങനെ: നിശ്ചയമായി നിനക്ക് ശത്രുവിനെ എത്തിപ്പിടിക്കാൻ കഴിയും, കാരണം ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യും. ആ ശത്രുവിനെ എത്തിപ്പിടിക്കാൻ, ശത്രുവിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. അത് ഞാനത്രേ നിന്നെ സഹായിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. നീ മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, രഥങ്ങളിൽ ആശ്രയിക്കേണ്ട, കുതിരകളിൽ നീ ആശ്രയിക്കാൻ. അനർത്ഥം പല വിഷയങ്ങൾ വരുമ്പോൾ, എനിക്കിങ്ങനെ ഒരു വിഷയം വന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന വ്യക്തികളൊക്കെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും, അവരെനിക്ക് വേണ്ടി പക്ഷപാതം പറയും, അവരെനിക്ക് വേണ്ടി സംസാരിക്കും. അങ്ങനെ നീ ഒരിക്കലും നീ ഉറപ്പ് വരുത്തരുത്. നീ ഒരു ദൈവഭക്തനാണോ, ക്രിസ്തുവിൽ നീ അടിയുറയ്ക്ക്. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി കർത്താവ് സംസാരിക്കും, എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ യുദ്ധം ചെയ്യും. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ, ദൈവത്തോട് പറ: കർത്താവേ, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന രഥങ്ങളിലല്ല, കുതിരകളിലല്ല, എന്നെ വിടുവിച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ കാക്കുന്ന ആ സർവശക്തനായ ക്രിസ്തുവിലത്രേ ഞാൻ അടിസ്ഥാനമിട്ട്, ആ കർത്താവിലത്രേ ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. എൻ്റെ വിഷയത്തിൻ്റെ മേഖലയിൽ സ്വർഗത്തിലപ്പൻ പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, നീ കർത്താവിൽ ആശ്രയിക്ക്. നിനക്കൊരു ജയമുണ്ട്. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല, ഒരു ശത്രു നിന്നെ തൊടുകയില്ല, നീ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുകയില്ല. കാരണം കർത്താവ് നിന്റെ പക്ഷത്തുണ്ട്. നീ കർത്താവിനോട് ചേർന്നിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വിജയമില്ലാതെ വണ്ണം നിങ്ങൾ നിരാശപ്പെടുന്ന ചില വിഷയങ്ങൾ, പോരാടി പ്രാർത്ഥിക്കുന്ന, യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ സംഭവിക്കാൻ പോവുകയാണ്. നീ അത് കാണാൻ പോവുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചിട്ട് പിന്തുടർന്നപ്പോൾ ശത്രുവിനെ പിടിക്കാൻ കഴിഞ്ഞതുപോലെ നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നിശ്ചയമായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. ചില വിഷയങ്ങൾ തുറക്കുന്നു, ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ദീർഘനാളുകൾ ഉപവസിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ, യുദ്ധം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ, തലമുറയുടെ, കുടുംബത്തിൻ്റെ, സാമ്പത്തിക മേഖല, ജോലിയുടെ വിഷയം, ശുശ്രൂഷയുടെ വിഷയം, പരിശുദ്ധാത്മ പറയുന്നു തുറക്കുകയാണ്. നിശ്ചയമായിട്ടും നിനക്കത് പിടിക്കാൻ കഴിയും. നിനക്ക് ജയം ലഭിക്കും. ഉറപ്പായിട്ട് നീ കർത്താവിൽ ആശ്രയിക്കുക.
ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ ഒരിക്കലും നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി നന്ദി. ഇവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന മക്കൾക്ക് യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ ഇറങ്ങി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. രോഗികളായിരിക്കുന്ന സൗഖ്യമാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ അവർ പ്രാർത്ഥിച്ച് പോരാടുന്ന സകല വിഷയങ്ങളും തുറക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. സാമ്പത്തിക വാതിലുകൾ തുറക്കട്ടെ. ജോലിയുടെ വഴികൾ തുറക്കട്ടെ. തലമുറകളുടെ വാതിലുകൾ തുറക്കട്ടെ. കുടുംബത്തിൽ അവർ ഭാരപ്പെടുന്ന ഏത് വിഷയമാകട്ടെ, ഇപ്പോൾ അതിൽ പരിഹാരം ലഭിക്കട്ടെ. നിശ്ചയമായി അവർക്ക് ജയം കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.